ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവർ വിവാഹിതരായാലിൻ്റെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഭൂമിയെ ആ ഗുണ്ട ഓടിച്ചിടുകയാണ്. ഓടിച്ചിട്ട് ആ ഗുണ്ടയുടെ കയ്യിൽ നിന്ന് വെച്ച കത്തി ഒറ്റ എറി നേരെ ഭൂമിയുടെ മുതുകത്ത് കയറി കുത്തി തിളയ്ക്കുകയാണ്. പക്ഷേ ഇത് നമ്മുടെ അച്യുതൻ്റെ സ്വപ്നമായിരുന്നു. അച്യുതൻ സ്വപ്നത്തിൽ നിന്ന് ചാടി എണീക്കുകയാണ്. ഒച്ചപ്പാടൊന്നും ഉണ്ടാക്കാതെ പതിയെ അങ്ങോട്ട് മാറി നിൽക്കുകയാണ്. നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഭാര്യ നല്ല ഉറക്കം. ഇനി ഭാര്യയും കൂടി വിളിച്ചെണീപ്പിച്ചിട്ട് ഈ കാര്യങ്ങളൊന്നും പറയണ്ടെന്നൊക്കെ വിചാരിച്ച് നമ്മുടെ അച്യുതൻ മനസ്സിൽ തന്നെ ഇങ്ങനെ ഒതുക്കി വെക്കുക. അങ്ങനെ അച്യുതൻ നേരെ തൻ്റെ മകൾ കിടക്കുന്ന റൂമിലേക്ക് കയറി നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും മകൾ നല്ല സുഖമായിട്ട് ഉറങ്ങുന്നു. അപ്പോഴാണ് അച്യുതനൊരു സമാധാനമായത്. എന്നാലും എങ്ങനെയെങ്കിലും മകളെയും കൊണ്ട് ഇവിടെ നിന്ന് പോകണം എന്നൊരു ഒറ്റൊരു ഉദ്ദേശം മാത്രമേ നമ്മുടെ അച്യുതൻ്റെ മനസ്സിലുള്ളൂ. അല്ലെങ്കിൽ ആ ഭവാനി എൻ്റെ മകളെ കൊല്ലും, അല്ലെങ്കിൽ അവൾ യഥാർത്ഥ അച്ഛൻ ആരാണെന്ന് കണ്ടെത്തും. അങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് എൻ്റെ മകളെ നഷ്ടപ്പെടും എന്നൊക്കെ അച്യുതൻ ഇങ്ങനെ മനസ്സിൽ കരുതുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിഞ്ഞപ്പോഴേക്കും അമ്മയാണെങ്കിൽ അടുക്കളയിൽ നല്ല ജോലി. അപ്പോഴേക്കും ഭൂമി അങ്ങോട്ട് കയറി ചെല്ലുക. ഭൂമി അങ്ങോട്ട് കയറി ചെന്നിട്ട്, അമ്മേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ അമ്മയോട്, ഞാനും അച്ഛനും കൂടി ഉല്ലാസയാത്ര പോകുന്നില്ലേ, അതിൽ അമ്മയ്ക്ക് എന്തെങ്കിലും കുശുമ്പുണ്ടോ അമ്മേ എന്ന് ചോദിച്ചപ്പോൾ, പിന്നല്ലേ എനിക്ക് നല്ല കുശുമ്പുണ്ട് അതിൽ, എനിക്ക് കുശുമ്പ് മൂത്തട്ടെ ഒരു രക്ഷയില്ല. ആണോ, കുശുമ്പ് മൂത്തതെങ്കിലേ അങ്ങനെ നന്നായിപ്പോയി. അമ്മ അങ്ങനെ കുശുമ്പ് മൂത്തിരുന്നോ, ഞാനും അച്ഛനും കൂടി ഉല്ലാസയാത്ര പോയി അടിച്ചു പൊളിച്ചിട്ടൊക്കെ വരും. എൻ്റെ പൊന്നു പെണ്ണെ, ഞാനല്ലേ നിങ്ങളോട് അച്ഛനെയും കൂട്ടി ഒരു ഉല്ലാസയാത്ര പോകാനായിട്ട് പറഞ്ഞത്? എന്നോട് തന്നെ ചോദിക്കുന്നോ കുശുമ്പുണ്ടോ എന്ന്? ഇതൊക്കെ വല്ലാത്തൊരു മോശക്കേട് തന്നെയാണ് കേട്ടോ എൻ്റെ അമ്മ. എനിക്ക് എൻ്റെ അമ്മയെ അറിയില്ലേ, ഞാൻ ചുമ്മാ അമ്മയെ കലിയേറ്റാൻ വേണ്ടി ഓരോ കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അല്ല, അമ്മ വരുന്നുണ്ടോ ഉല്ലാസയാത്രയ്ക്ക്? വേണ്ട എൻ്റെ പൊന്നോ, ഞാൻ വരുന്നില്ലേ, ഞാൻ എങ്ങോട്ടും വരുന്നില്ല, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം, അച്ഛനും മോളും കൂടി അങ്ങോട്ട് പോയിട്ട് വന്നാൽ മതി. ശരി അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി അങ്ങോട്ട് ചെല്ലുക. ഭൂമി അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛനെ കാണുകയാണ്. അപ്പം അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും, അച്ഛൻ ഈ ഷർട്ടാണ് ഇടുന്നത്, ഇതെന്ത് ഷർട്ട് അച്ഛാന്ന് ചോദിച്ചപ്പോഴേക്കും, അതെ ഈ ഷർട്ടാണ് എനിക്കിഷ്ടം, മോളോടൊപ്പം ഉല്ലാസയാത്ര വരുമ്പോൾ ഈ ഷർട്ട് ഇട്ട് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. എന്താ ഇത് കൊള്ളൂലേ? പിന്നെ അച്ഛനിടുന്ന ഏത് ഷർട്ടും അടിപൊളിയാ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അച്ഛാ, അച്ഛനെ ഈ നന്നായിട്ട് മേച്ചാവുന്നുണ്ട്. അങ്ങനെ പറ എന്ന് പറയാ. അപ്പോൾ അതേ അമ്മ അച്ഛന് ചായ ഇട്ട് വരികയാണ്. അച്ഛേട്ടാ ഇന്ന് ചായ കുടിക്കുക അച്ഛേട്ടാ എന്നും പറയാം. അപ്പോൾ അച്ഛൻ പറയണോ, അമ്മനെയും കൂടി ഒന്ന് കൊണ്ടുപോകാമായിരുന്നല്ലേ? വേണ്ട അമ്മനെ കൊണ്ടുപോകണ്ട, അമ്മയ്ക്കേ ഒട്ടും ബുദ്ധിയില്ല, അതുകൊണ്ട് അമ്മനെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ അമ്മ എന്തെങ്കിലും അബദ്ധങ്ങൾ പറഞ്ഞു കൂട്ടും, അതുകൊണ്ട് വേണ്ട, ചുമ്മാ നമ്മൾ തമ്മിലുള്ള കാര്യങ്ങളല്ലേ, അതുകൊണ്ട് നമ്മൾ തമ്മിൽ അങ്ങോട്ട് തീർത്താൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയാം. അതും ശരിയാണ്, എനിക്കല്പം ബുദ്ധിയുള്ളത് കൊണ്ടല്ലേ മോളെ എന്നെയും കൂട്ടുന്നത്. പിന്നല്ല അച്ഛാ, അച്ഛനെ കഴിഞ്ഞേ വേറെ ആർക്കും ബുദ്ധിയുള്ളൂ എന്നാണ് എൻ്റെ ഒരു കണ്ടുപിടുത്തം. മതി, അച്ഛനങ്ങോട്ട് മോൾ ഒരുപാട് സോപ്പിട്ട് കൂട്ടുകയാണല്ലോ എന്നൊക്കെ അമ്മ പറയാം. അച്ഛാ ഞാൻ ഏതായാലും ആ നമ്മുടെ വണ്ടി ഒന്ന് ശരിയാക്കുമെന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോണിൽ വിളിച്ച് എടോ വണ്ടി എന്തായടോ എന്ന് ചോദിച്ചപ്പോഴേക്കും, അയ്യോ എൻ്റെ പൊന്ന് ചേച്ചി, ആ വണ്ടിയേ ഇനി വർക്കാവൂല, ആ വണ്ടിയുടെ കാലം എടുത്തു, ആ വണ്ടി തീർന്നു എന്നിങ്ങനെ പറയാ. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭൂമിക്ക് വന്ന കാര്യം താനാണോ തീരുമാനിക്കുന്നത്? എൻ്റെ വണ്ടിയുടെ കാലം കഴിഞ്ഞോ എന്ന് താനാണോ തീരുമാനിക്കുന്നത്? എൻ്റെ പൊന്നു ചേച്ചി, ഇതിനെ ട്രീറ്റ്മെൻറ്റ് ചെയ്താലൊന്നും ഫലിക്കൂലെന്നേ, ഇത് മരണത്തോടടുത്തു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഭൂമിക്ക് വീണ്ടും കാലി വരണം. വെച്ചിട്ട് പോടോ, വണ്ടി ശരിയാക്കിയ നന്നായിട്ട് തന്നെ ശരിയാക്കി തന്നോളാം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും, എൻ്റെ പൊന്നു ചേച്ചി പൈസ വെറുതെ കളയണോ? പൈസ താനാണോ തീരുമാനിക്കുന്നത്? പൈസ എത്ര വേണമെങ്കിലും ഞാൻ തന്നോളാം, താനെ ഞങ്ങളെ വണ്ടി അങ്ങോട്ട് ശരിക്കും തന്നാൽ മതി. അങ്ങനെയാണെങ്കിൽ ഓക്കെ, പൈസ വേണേ ഇപ്പം എനിക്ക് എന്നാ പ്രശ്നം എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. അപ്പോൾ അമ്മ വന്ന് ചോദിക്കണം, മോളെ ഭൂമി എന്താ മോളെ, എന്താ നിനക്ക് പറ്റി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ കിടന്ന് ചൂടാവുന്നത് ചോദിച്ചപ്പോഴേക്കും അയാൾ പറയണേ, എൻ്റെ വണ്ടിയുടെ ആയുസ് കഴിഞ്ഞു വന്ന്, ഇനി പൈസ മുടക്കിയിട്ടുണ്ടെങ്കിൽ അത് വേസ്റ്റ് ആണെന്ന്, അത് അയാളാണ് തീരുമാനിക്കുന്നത്. എൻ്റെ വണ്ടിയുടെ ആയുസ് തീർന്നില്ലേ എന്ന് അയാളാണോ തീരുമാനിക്കുന്നത് എന്നും പറഞ്ഞുകൊണ്ട് ഭൂമി പോവുക. പക്ഷെ എൻ്റെ അച്ചുവേട്ടാ, ഇത് കണ്ടില്ല അവൾ പറഞ്ഞത്, വണ്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അത് അച്ചുവേട്ടന് സംഭവിക്കുന്നത് പോലെയാ. അവനാ പറഞ്ഞത് മോൾക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ആയുസ് എടുത്തെന്ന് പറഞ്ഞില്ലേ വണ്ടിയുടെ, അതായത് അച്ചുവേട്ടൻ്റെ ആയുസ് എടുത്തുന്ന രീതിയിലാണ് അവൾ കേട്ടത്, ആ രീതിയിൽ അവൾ പെരുമാറിയത്. എൻ്റെ പൊന്നു അച്ചുവേട്ടാ എന്നൊക്കെ പറയാണ്. അപ്പോൾ അല്ലെങ്കിലും മോളെന്നോട് ചോദിച്ചിട്ടുണ്ട്, ഈ വണ്ടിയും മോളും തമ്മിൽ എന്താണ് ആത്മബന്ധം ഉള്ളതെന്ന്. എനിക്കത് പറയാൻ പറ്റുമോ എന്ന് പറയാം. പക്ഷേ നമ്മുടെ ഭൂമിയാണെങ്കിൽ റൂമിൽ പോയെന്ന് ഭയങ്കര കരച്ചില്ല. എൻ്റെ ദൈവമേ, എൻ്റെ അച്ഛനെ എങ്ങനെ രക്ഷപ്പെടുത്തുമെന്നൊക്കെ ആലോചിച്ചിട്ട് അപ്പോഴാണ് ആ ഒരു കാർഡ് കിട്ടുന്നത്. ഈ കാർഡ് ഏതായാലും കയ്യിൽ കരുതാം.
എന്തെങ്കിലും ഒരു വഴി കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ ആ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങൾ മുഴുവനും ഭൂമി ആ നിമിഷം ഒന്ന് ആലോചിക്കുകയാണ്. എത്രയും പെട്ടെന്ന് അച്ഛൻ്റെ ഓപ്പറേഷൻ നടത്ത്, അച്ഛനെ മരണത്തിലേക്ക് വിട്ടുകൊടുക്കണോ, അച്ഛനെ എങ്ങനെയെങ്കിലും രക്ഷിച്ചെടുക്കണ്ടേ നമുക്ക് എന്ന് പറഞ്ഞ കാര്യങ്ങളാണ് ഭൂമി ഇനി ഓർത്തെടുക്കുന്നത്. അങ്ങനെ കണ്ണീരൊക്കെ തുടച്ചിട്ട് നേരെ അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അച്ഛാ വാ നമുക്ക് പോകാം അച്ഛാ എന്ന് പറഞ്ഞപ്പോഴേക്കും റെഡി മോളെ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് ഇവർ രണ്ടുപേരും കൂടി നേരെ പുറത്തേക്ക് ഇറങ്ങുക. പക്ഷേ ഇവരുടെ വീടിൻ്റെ മുന്നിൽ ഒളിച്ചു നിൽക്കുന്നുണ്ട് ഈ ഒരു ഗുണ്ട. ഭവാനി അയച്ച ആ ഗുണ്ട അവിടെ തന്നെ ഇങ്ങ് നിൽക്കുക. അപ്പോൾ ഇവർ രണ്ടുപേരും കൂടി സ്കൂട്ടറിൽ പോയി ഇങ്ങനെ പോയി കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ട ഇങ്ങനെ തന്നെ ഇങ്ങനെ നോക്കി നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഭവാനിയുടെ കോള്. അപ്പോൾ ഭവാനിയുടെ കോള് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ ഗുണ്ട കോൾ എടുക്കുകയാണ്. ആ മേഡം എന്തായോടെ കാര്യങ്ങളെല്ലാം താൻ കണ്ടെത്തിയോ വല്ലതും? മേഡം ഞാൻ അവരുടെ പിന്നാലെ തന്നെയാണ് മേഡം, എന്തെങ്കിലും അറിഞ്ഞാൽ ഞാൻ അപ്പം തന്നെ വിളിച്ചോളാം മേഡം. ശരി ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ കട്ടാക്കുകയാണ്. ഇതേ സമയം തന്നെ സൗഭാഗ്യപുരം കാണിക്കുകയാണ്. അപ്പോൾ മുത്തശ്ശിയും ബാക്കിയുള്ളവരെല്ലാവരും കൂടി സംസാരിക്കാം. ഏതായാലും നിശ്ചയം എത്രയും പെട്ടെന്ന് നടത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതെ ഭവാനി, ഈ നിശ്ചയത്തിൽ നിനക്കെന്തെങ്കിലും എതിർപ്പുണ്ടോ? അമ്മ എന്താണോ തീരുമാനിക്കുന്നത് അതാണ് എൻ്റെ ഇഷ്ടം. ഞാൻ ചോദിച്ചതിനുള്ള മറുപടി പറ. ഈ നിശ്ചയത്തിൽ നിനക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്ന്. അപ്പോഴേക്കും സത്യം പറയാണ്. ഭവാനി പറയുന്നത് കേട്ടില്ലേ അമ്മേ, ഭവാനിക്ക് ഇതിലോട് ഒരു എതിർപ്പില്ലെന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ഏതായാലും നന്നായി. അങ്ങനല്ലേ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജ്യോത്സ്യം വരുന്നു. അപ്പോൾ അതിനിടയിൽ നമ്മുടെ മുത്തശ്ശി ചോദിക്കുകയാണ്, അതെ അജയമായും അഞ്ജനയുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോവാ, അപ്പം നിന്റെ മകന് എന്തോരം സ്ത്രീധനം വേണം എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ഈ മാധവനൊന്ന് ചിരിക്കുക. അപ്പോഴേക്കും മാധവൻ്റെ ഭാര്യ, ഇതെന്താ അമ്മ ഈ പറയുന്നത്? ഇങ്ങനെയൊക്കെയാണോ സംസാരിക്കുന്നത്? അപ്പോഴേക്കും മാധവനാണെങ്കിൽ, അമ്മ ഒരേ തമാശകൾ തുടങ്ങിയല്ലോ. എടാ ഞാൻ തമാശയല്ല പറഞ്ഞത്, കാര്യമായിട്ട് തന്നെയാണ് പറഞ്ഞത്. അജയ്ക്കും അഞ്ജനയ്ക്കും സ്വത്തുക്കൾ കുറവാ എന്ന് വിചാരിച്ച് നീ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നുമില്ല. നീ പറയുന്ന ആ സ്ത്രീധനം ഞാൻ അങ്ങോട്ട് തന്നിരിക്കും എന്ന് പറയാ. അമ്മേ എന്തോ അമ്മ ഇത്? ഈ അഞ്ജന എന്ന് പറയുന്നത് ഞങ്ങളുടെ മോളെ പോലെ തന്നെയല്ലേ, പിന്നെ അത് വേറെ വല്ലതും ആകും അമ്മേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കാം. ആ സമയത്ത് ജോത്സ്യൻ അങ്ങോട്ട് കയറി വരിക. അപ്പം ജോത്സ്യൻ അങ്ങോട്ട് കയറി വന്നു കഴിഞ്ഞപ്പോഴേക്കും വരൂ ജോത്സ്യ വന്നിരിക്കുക, എന്തായി കാര്യങ്ങളെല്ലാം, ജാതകം നോക്കിയോ, ആ ജാതകം തമ്മിൽ ചേരുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ അല്ലാതെ 10-8 പൊരുത്തമുണ്ട് എന്ന് പറയാ. ആഹാ കൊള്ളാലോ, ഈ കല്യാണം നടന്നു കഴിഞ്ഞാലേ ഒടുക്കത്തെ ഭാഗ്യമാണ്. അവർ രണ്ടുപേരും ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ ജീവിക്കും എന്ന് പറയാ. അപ്പിനെ ഒന്നും നോക്കാനില്ല, നമുക്കപ്പോൾ ഈ കല്യാണം അങ്ങോട്ട് നടത്തി കളഞ്ഞേക്കാം അല്ലേ? അപ്പോൾ അജയും വരികയാണ്. അതേപോലെ തന്നെ എവിടെ അഞ്ജന എവിടെ എന്നൊക്കെ ചോദിക്കുകയാണ്. അഞ്ജനെ മോളെ അഞ്ജന എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അമ്മേ വരുന്നു അമ്മേ എന്ന് പറയാ. അപ്പോഴേക്കും ഈ അജയ് ചോദിക്കണം, എന്താ മുത്തശ്ശി ഇവിടെ എന്താ നടക്കുന്നത്? അത് കണ്ടില്ലേ, നിങ്ങൾ തമ്മിലുള്ള ജാതകം നോക്കുമായിരുന്നു. ജാതകത്തിന് ഒരു കുഴപ്പമില്ല, 10-8 പൊരുത്തമുണ്ട്. ഈ കല്യാണം എത്രയും പെട്ടെന്ന് നടത്താനായിട്ട് നോക്കണം മുത്തശ്ശി. അതിന് അഞ്ജനയോട് സമ്മതം ചോദിക്കണ്ടേ? എന്താ അവൾക്ക് സമ്മതമല്ലേ? ഇല്ല, അഞ്ജനനെ കണ്ടായിരുന്നല്ലോ, ഈ കല്യാണത്തോട് അഞ്ജനക്ക് സമ്മതമില്ലെന്നാ എന്നോട് പറഞ്ഞത്. അവൾ അങ്ങനെ പറഞ്ഞോ? അങ്ങനെ പറഞ്ഞു. എങ്കിൽ പിന്നെ ചോദിക്കണമല്ലോ. മോളെ അഞ്ജനെ ഇങ്ങ് വന്നേ. എന്താ മുത്തശ്ശി? അതെ ഇവനോട് എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അപ്പോൾ ഈ അജയ് ചോദിക്കുകയാണ്, നമ്മൾ രണ്ടുപേരും കൂടി മാറി സംസാരിച്ചായിരുന്നില്ലേ ഈ കല്യാണത്തെക്കുറിച്ച്? അപ്പോൾ നമ്മൾ തീരുമാനം പറഞ്ഞില്ലേ? തീരുമാനം പറഞ്ഞു. എന്താ അഞ്ജനെ, നിനക്ക് ഈ കല്യാണത്തോട് താല്പര്യമില്ലെന്ന് പറഞ്ഞോ? അയ്യോ മുത്തശ്ശി, ഞങ്ങൾ തമ്മിൽ മാറി സംസാരിച്ച് എന്താണെന്നറിയാവോ? മുത്തശ്ശി നമ്മൾ രണ്ടുപേരുടെയും കല്യാണം നടത്തി തന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന്, അല്ലാതെ വേറൊരു നിവൃത്തിയില്ലാന്ന്. അഞ്ജന നിന്നെ എനിക്ക് കുഞ്ഞിലേ മുതൽ ഇഷ്ടമാണ് അഞ്ജന എന്നാ എന്നോട് പറഞ്ഞത്. ഇത് കേട്ടാ അജയ് ആകെ ഞെട്ടിപ്പോവാ. മുത്തശ്ശിക്ക് ചിരി സഹിക്കാനും പറ്റില്ല. എൻ്റെ പൊന്നെ ഇതെന്തൊക്കെയാണ് ഈ പറയുന്നത് എന്നൊക്കെ ചോദിക്കണം. ഈ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങളെ ഇപ്പം എല്ലാം മുഖത്തടിച്ചതുപോലെയല്ലേ ഓരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ അജയ് പറയണ, മുത്തശ്ശി അങ്ങനെയല്ല, നീ ഒന്നും മിണ്ടാതിരിക്കുക അജയ്, അവൾ പറയട്ടെ. എന്നിട്ടേ ഞങ്ങളുടെ ഡ്രസ് കോഡ് വരെ ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. പിന്നെ ഹണിമൂൺ എങ്ങോട്ടാണെന്ന് അറിയാമോ? ഹണിമൂൺ ജമ്മു കാശ്മീരിലേക്കാണ് മുത്തശ്ശി. അപ്പോൾ മുത്തശ്ശിയും ബാക്കി എല്ലാവരും കൂടി ഇരുന്ന് ഭയങ്കര ചിരി.
മുത്തശ്ശി അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. അജയ്ക്കാണെങ്കിൽ എന്നെ വിട്ടുപിരിയാനായിട്ട് ഒരു ഇതുമില്ലെന്നാ പറയുന്നത്. അപ്പോൾ അജയ്ക്ക് മനസ്സിലായി ഈ അഞ്ജനയുടെ കൊടും ചതി. ആ അജയ്ക്കാണെങ്കിൽ കലിയും വരിക, അജയ് അവിടെ നിന്ന് പോവുകയും ചെയ്യണം. അപ്പോൾ ഈ അഞ്ജനയാണെങ്കിൽ എടാ നീ എന്നെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണല്ലേ, പക്ഷെ നിന്നെ ഞാൻ വിടില്ലടാ, നിന്നെ എന്നെ കുരുക്കിൽ പൂട്ടോടാ എന്നൊക്കെ പറയാ. അപ്പോഴേക്കും നമ്മുടെ സത്യനോട് മുത്തശ്ശി, അതെ സത്യ, നീ പെണ്ണിൻ്റെ വീട്ടുകാരോട് നിൽക്കണം കേട്ടോ, നീ വേണം കല്യാണം നിന്ന് നടത്തി കൊടുക്കാനായിട്ട്, അച്ഛനില്ലാത്ത കുട്ടിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയണം. അമ്മാവൻ്റെ സ്ഥാനത്ത് നിന്ന് തന്നെ. അമ്മേ അത് വേണോ അമ്മേ? അമ്മാവൻ്റെ സ്ഥാനത്ത് വേറെ ഉണ്ടല്ലോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അജയ് നീ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഭവാനി നിന്റെ തീരുമാനം എന്താ? സത്യൻ മോളുടെ അമ്മാവനായിട്ട് നിൽക്കുന്നതിൽ നിനക്ക് എന്തെങ്കിലും തടസ്സമുണ്ടോ? അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ ഭവാനിയാണെങ്കിലോ ഇയാളുടെ മുഖം കാണുന്നത് പോലെ എനിക്ക് ഇഷ്ടമല്ല, പക്ഷേ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടന്നേ മതിയാവുള്ളൂ, അതിനു വേണ്ടി ഏത് ത്യാഗവും സഹിക്കാനായിട്ട് ഞാൻ തയ്യാറാണ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഭവാനി നീ എന്തിങ്ങനെ ആലോചിക്കുന്നത്? അമ്മേ അത് പിന്നെ ചോദിക്കാനുണ്ടോ അമ്മേ? എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഏതായാലും ഇപ്പം കുടുംബത്തിലെ പ്രശ്നമൊന്നുമില്ലല്ലോ, കേട്ടല്ലോ സത്യ, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ഈ സ്ഥാനത്ത് നീ നിന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്നും പറയാണ്. ശരി അമ്മയെന്നും പറയാം. ഈ സമയം തന്നെ നമ്മുടെ ഭൂമിയും അച്ഛനും കൂടി സ്കൂട്ടറിൽ വരികയാണ്. സ്കൂട്ടറിൽ വന്ന് അവിടെ അങ്ങ് നിന്ന് കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ പറ അച്ഛാ, അച്ഛൻ എന്താണ് ആഗ്രഹം? എനിക്കൊരാഗ്രഹമില്ല. ഒരാഗ്രഹമില്ലേ? ഇല്ലെന്നേ, ഒരാഗ്രഹവും ഇല്ല എന്ന് പറയാം. എനിക്ക് പക്ഷേ ഒരാഗ്രഹമുണ്ട്, ഐസ്ക്രീം കഴിക്കണമെന്ന്. എങ്കിൽ പിന്നെ എനിക്കും ഐസ്ക്രീം വേണം എന്നച്ഛൻ പറയണം. അങ്ങനെ വരട്ടെ. അപ്പം ഈ ഗുണ്ട ഫോളോ ചെയ്യുന്നുണ്ട് ഇവരെ. അങ്ങനെ നമ്മുടെ ഭൂമി ഐസ്ക്രീം മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഐസ്ക്രീം മേടിച്ചിങ്ങനെ വരാൻ നേരത്തെ ഗുണ്ടയാണെങ്കിൽ ഒന്നും അറിയാത്ത രീതിയിൽ ഭൂമിയെ പിടിച്ചൊന്ന് തട്ടുക, ഈ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് വീഴുകയും ചെയ്യണം. പക്ഷേ ഇതെന്തൊരു പരിപാടിയാണ്? അങ്ങനെ ഐസ്ക്രീം കുരിഞ്ഞെടുക്കാൻ പോകുന്ന സമയത്ത് ഭൂമിയുടെ കഴുത്തിലേക്ക് നോക്കുകയാണ് ഈ ഗുണ്ട. അപ്പം നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ഭവാനി പറഞ്ഞ അതേ അടയാളം, അതേ മറുക് ആ കഴുത്തിൻ്റെ സൈഡിലുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഗുണ്ടയ്ക്ക് മനസ്സിലായി ഇത് അച്യുതൻ്റെ മകളല്ല എന്ന്. അങ്ങനെ ഒരു ചേച്ചിയാണെങ്കിൽ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ എടുത്ത് കൊടുക്കുകയാണ്. അങ്ങനെ അച്ഛൻ്റെ കയ്യിലേക്ക് ഐസ്ക്രീം കൊടുക്കുക. ഐസ്ക്രീം കൊടുത്ത് ഈ ഗുണ്ടയാണെങ്കിൽ നേരെ ഭവാനിയെ വിളിക്കാനുള്ള ശ്രമത്തിൽ. അപ്പോൾ ഈ അച്ഛനും മകളുമായിട്ടുള്ള ആ സ്നേഹപ്രകടനങ്ങളും അങ്ങനെ പാട്ടും സീനും വഞ്ചി തുഴയുന്നു അങ്ങനെ കുറേ കാര്യങ്ങളെല്ലാം അവിടെ കാണിക്കുകയാണ്. ഈ ഗുണ്ട വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭവാനി ഫോൺ എടുക്കുകയാണ്. എന്തായടോ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും മേഡം ഒരു സുപ്രധാന തെളിവ് കിട്ടിയിട്ടുണ്ട്. എന്താടോ? അതെ, അച്യുതൻ്റെ കൂടെയുള്ള ആ മകളില്ലേ ഭൂമി, അത് അച്യുതൻ്റെ മകളല്ല. മേഡം പറഞ്ഞതുപോലെ ആ അടയാളം ദേ ആ പെണ്ണിൻ്റെ ദേഹത്ത് ഞാൻ കണ്ടു. ആ കഴുത്തിൻ്റെ അതേ സൈഡിൽ ആ മറുകണ്ട് മേഡം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭവാനി ആകെ ഒന്ന് ഞെട്ടുകയാണ്. ഓഹോ, അപ്പം ഞാൻ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. ഞാൻ കൊല്ലാൻ ഏൽപ്പിച്ച ആ കുഞ്ഞിനെ അയാൾ കൊന്നില്ല, അയാൾ വളർത്തി. അഭിരാമി എന്നുള്ള പേര് മാറ്റി അയാൾ ഭൂമി എന്നുള്ളൊരു പേരിടുകയും ചെയ്തു. ഇനി വെച്ച് താമസിപ്പിക്കാനായിട്ട് പാടില്ല, രണ്ടുപേരെയും തീർത്തേക്കണം എന്ന് ഈ ഗുണ്ടയോട് പറയുകയാണ്. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനായി കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. സീ അഗൈൻ. ബൈ.